അങ്ങനെ മാരാരിക്കുളമായിരുന്ന പ്രദേശത്തിൻ്റെ ആലപ്പുഴ കൂടി ചേർന്നപ്പോൾ അതിൻ്റെ ഇടതുപക്ഷ സ്വഭാവം പണ്ടത്തേക്കാൾ വർദ്ധിച്ചു. പഴയ ആലപ്പുഴ കുറേം കൂടി UDFന് പിടിക്കാവുന്ന മണ്ഡലമായിരുന്നു. ഈ പുതിയ ആലപ്പുഴ LDFൻ്റെ ഒരു കോട്ടയായിട്ട് മാറി. മറിച്ച് അമ്പലപ്പുഴ ബാക്കിയുള്ള 50 ഡിവിഷനും അമ്പലപ്പുഴയുടെ ചില ഭാഗങ്ങളും കൂടി ചേർത്ത് അതിനെ വലിയൊരു UDF കോട്ടയാക്കി മാറ്റി. LDFന് പ്രാമുഖ്യം ഉണ്ടായിരുന്ന ചില പഞ്ചായത്തുകൾ കുട്ടനാട് മണ്ഡലത്തിലേക്കും പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ അമ്പലപ്പുഴ എന്ന് പറയുന്നത് UDFൻ്റെ ഒരു കോട്ടയാണ്. പിന്നെ അവിടെ എങ്ങനെ സുധാകരൻ ജയിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആ രീതിയിൽ സ്വാധീനം ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തന സമ്പ്രദായവും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചകളൊക്കെ ഇദ്ദേഹത്തിന് ഗുണകരമായി എന്നുള്ളതുകൊണ്ടുമാണ്. അങ്ങനെ ഏതാണ്ട് നമ്മുടെ VD സതീശൻ പറവൂരി ജയിക്കുന്ന പോലെ, അല്ലെങ്കിൽ K ബാബു സ്ഥിരമായിട്ട് തൃപ്പൂണിത്തുറയിൽ ജയിച്ചിരുന്ന പോലെയാണ് സുധാകരൻ ഈ UDF കോട്ടയായിട്ട് മാറിയ അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചുകൊണ്ടിരുന്നത്.